നമ്മുടെ പാത്തുവിനോടുള്ള ഇഷ്ടം ഇപ്പോഴും എല്ലാ ഉമ്മമാർക്കും എൻ്റെ അടുത്തുണ്ട്. എല്ലാവരും എപ്പോൾ ഇവിടെ വെച്ച് കാണുമ്പോഴായാലും നമ്മുടെ പാത്തു അല്ലേ, പാത്തുമോളല്ലേ. പിന്നെ നാദിഷാങ്കിളായാലും ഇന്ദ്രനങ്കിള്, ജയനങ്കിള്, നമ്മുടെ രാജു അങ്കിള്, അവരൊക്കെ ഇപ്പം വരെ എന്നെ പാത്തു എന്നാണ് വിളിച്ചത്. എന്നെ എപ്പോൾ കണ്ടാലും പാത്തു അങ്ങനെയാണ് വിളിക്കുക. എന്നെ പേര് വിളിച്ച് ഞാൻ ഓർക്കുന്നില്ല. എന്നെ പാത്തു എന്ന് തന്നെ അവരെല്ലാവരും ഇപ്പോഴും വിളിക്കുന്നത്. നാദിഷാങ്കിളാണെങ്കിൽ പോലും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പോൾ ഷോയിൽ വരുമ്പോൾ അങ്കിളിടയ്ക്ക് മീനൂട്ടിന്ന് വിളിക്കും. അല്ലാണ്ട് എന്നെ പാത്തു എന്ന് തന്നെ അങ്കിളും വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടൊരു കാര്യമാണ്, അതിൽ ഷൂട്ട് മാറ്റി വെച്ചൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ കാനയിലേക്ക് വീഴുന്നത്. ശരിക്കും നടന്നതാണ്. അന്നെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ നല്ല കുഞ്ഞാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ കാനയിലിടുന്ന ആ ഷോട്ടല്ലേ, ആ ഷോട്ട് വന്നപ്പോ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അന്നും ഇതുപോലെ ഭയങ്കര അമ്മയായിരുന്നു എല്ലാവരും. ഫോർത്ത് ഫിഫ്ത്ത് ആ ഒരു ഏജ് കണ്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഏജ് ആയിരുന്നു. അപ്പം അവിടുത്തെ ചേട്ടന്മാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അത് ഒറിജിനൽ കാനയാണ്, അതിലേക്ക് ഇട്ടണില്ല, ഫുൾ ചെളിയും മണവും, അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിപ്പോ എന്ത് നീന്തലും എല്ലാം അറിയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ആകെ കൂടി പ്രശ്നം, എനിക്ക് പ്രശ്നം. ഞാൻ പിന്നെ ആരുടെ അടുത്തും പറഞ്ഞില്ല. അപ്പൊ എൻ്റെ അടുത്ത് ജനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാ പറ്റിയ നിനക്ക്, എന്നാ പറ്റിയേ, കളിക്കാനൊന്നും വരുന്നില്ലല്ലോ, ഒരു മൈൻഡ് ഇല്ലല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ അടുത്ത്. ഞാൻ അത്ര ക്ലിയർ ആയിട്ട് ഓർക്കുന്നില്ല. ഇപ്പൊ അവര് പറയുമ്പോൾ ഞാൻ ഓർക്കും ശരിയാണല്ലോ എന്ന്. അപ്പൊ പറഞ്ഞ് ഞാനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഇതിലോട്ട് ഇറക്കലും ഞാനൊരു ഒറ്റ കരച്ചില്, വലിയ ഒച്ചൽ കാറി എന്നെ ഇങ്ങനെ ഇറക്കി, ഇങ്ങനെ ചേട്ടന്മാരുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവരെന്നെ ഇങ്ങനെ പിടിച്ചപ്പോഴേ ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് എന്നെ ആകെ കൂടി വിറയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ എന്നെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് രാജ്യങ്ങളൊക്കെ വന്ന് ചോദിച്ചു, എന്താ പറ്റി, ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇല്ല, അതിന് ഭയങ്കര ആഴമാണ്, അതിൽ ചെളിയാണ് നിറച്ച്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ രാജ്യങ്ങൾ എന്നെ ഇറങ്ങി കാണിച്ചെന്നു. അത് സത്യത്തിൽ സെറ്റ് ഇട്ടതായിരുന്നു. രാജ്യങ്ങൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് അതിലിറങ്ങി വെച്ചേ ഷൂട്ട് ചെയ്യാനുള്ള കോസ്റ്റ്യൂം ആയിരുന്നു. അതിലിറങ്ങി, അത് വേറൊരു വഴിയില്ല. അപ്പൊ ഇറങ്ങി രാജ്യങ്ങൾ ഇറങ്ങി എന്നെ എടുത്തോണ്ട് ഇറങ്ങി കാണിച്ചൊന്ന് കണ്ടോ, ഇതൊക്കെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടിരിക്കുന്നതാണെന്നൊക്കെ. അത് ബിസ്ക്കറ്റ് പൊടിച്ചാ ചെളിയാക്കിയെന്ന്. ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കൂടെ പൊടിച്ചായിരുന്നു. എനിക്ക് അതിലൊക്കെ ഇറങ്ങി കാണിച്ചു തന്നു സംഭവമൊക്കെ. പിന്നെ ഓക്കെ, പിന്നെ എല്ലാവരെയും കോസ്റ്റ്യൂം ചെളി, എല്ലാവരും എന്നെ സമാധാനിപ്പിക്കാൻ അതിലിറങ്ങി കാണിച്ചു തന്നു. പിന്നെ ഷൂട്ട് മാറ്റി വെച്ചു. അതെ, എന്നിട്ട് നാദിഷാങ്കിള് പിന്നെ എല്ലാവരെയും വഴക്ക് പറഞ്ഞു, ആരാ കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അന്നത്തെ ഷൂട്ട് നമ്മൾ മാറ്റി വെച്ചു. ഈ മീനാക്ഷി ശരിക്കും സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആണല്ലോ, അത്യാവശ്യം ആക്റ്റീവാ. അപ്പോൾ അതിലെങ്ങനെയാ ഫാൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന കമന്റ്സ് അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ എങ്ങനെയാ അതിന് പോസിറ്റീവായിട്ട്? ഞാൻ എല്ലാ കാര്യവും അങ്ങനെ പോസിറ്റീവായിട്ട് മാക്സിമം എടുക്കാൻ നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഇൻസ്റ്റയാണല്ലോ ഇപ്പം എല്ലാവരും. അപ്പം ഇൻസ്റ്റയാണെങ്കിൽ പോലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുമ്പോഴായാലും, ഇൻസ്റ്റയിൽ ഈ ഇടയ്ക്കാണ് ഞാൻ അത്ര ആക്റ്റീവായി തുടങ്ങിയത്. ഇൻസ്റ്റ ആദ്യമൊക്കെ അച്ഛനും അമ്മയും എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അമ്മേൻ്റെ ഫോണിലാണ് ഇൻസ്റ്റ ഉള്ളത്. അപ്പോൾ ഞാൻ മാക്സിമം വീട്ടിലുള്ള സമയത്തൊക്കെ എല്ലാവർക്കും വരുന്ന കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെന്താ, ആസ്ക് മീ ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതെ, അതൊക്കെ ഇടുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിനൊക്കെ മാക്സിമം എല്ലാത്തിലും പോസിറ്റീവായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കാം. ഇപ്പം ഏതൊരു മീഡിയ ആണെങ്കിലും ആർക്കാണെങ്കിലും ചിലപ്പോൾ നെഗറ്റീവും പോസിറ്റീവ്സും നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വരുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പം അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ വിഷമം തോന്നി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ നമുക്കറിയാം, വീട്ടിലാണ് കുറച്ചുകൂടെ അച്ഛനും അമ്മയൊക്കെ വിചാരിക്കും, അയ്യോ അതെന്താന്നാലും അവരങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് നമുക്കറിയാലോ, ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും വരും, നെഗറ്റീവ് കമന്റ്സും വരും. പിന്നെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കും. ഞാൻ പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുക്കുമ്പോൾ തീർന്നില്ല, അതവിടെ തമാശയായി തീർന്നു പോകും. അതങ്ങ് ഓക്കെ ആയിപ്പോകും. അങ്ങനെയാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ വേറെ ഒന്നും തോന്നാറില്ല. പൃഥ്വിരാജ് അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ, ഇവരുടെ കൂടെ ഒക്കെ സ്ക്രീൻ സ്പേസ് ഇപ്പൊ ഒപ്പത്തിലാണെങ്കിൽ തന്നെ, ഒപ്പത്തിന് എനിക്ക് തോന്നുന്നു കന്നഡ വേർഷനും ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടനുമായിട്ടുള്ള ഒരു കോംബോ? അയ്യോ, അത് നമ്മുടെ ലാലങ്ങളല്ലേ, ഭയങ്കര. ഇപ്പോഴും ഓർക്കുമ്പോ, അപ്പത്തെ കഴിഞ്ഞും എനിക്ക് ഇപ്പൊ ഓർക്കുമ്പോഴേ, അപ്പൊ കുറച്ചുകൂടെ കുഞ്ഞായിരുന്നോണ്ട് എനിക്ക് അറിയത്തില്ല എന്താ സംഭവം, ഇത് കുറച്ചുകൂടെ വെളി വരുമ്പോ എങ്ങനെയായിരിക്കും റിസൾട്ട് ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഇരുന്ന് ഓർക്കുമ്പോ ഞാൻ വിചാരിക്കും, ദൈവമേ, അന്ന് ലാലങ്ങളുടെ കൂടെ ഒരുമിച്ച് ലാലങ്ങൾ എനിക്ക് ഫുഡ് കഴിക്കാൻ തന്നു, എന്നെ എടുത്തോണ്ട് നടന്നു. അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര കാര്യമാണ്. എന്തോ ഇങ്ങനെയാവും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ഷോയിൽ ലാലങ്ങൾ 2-3 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴാണെങ്കിലും ലാലങ്ങളിൽ അതേ ഇഷ്ടം ഇപ്പോഴും നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും, എന്ത് രസമാ അങ്കിൾ, എന്ന് വെച്ചാൽ എങ്ങനെയാ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നേ എന്ന് വിചാരിക്കും. ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴും. പിന്നെ അങ്കിളുടെ പ്രിയനങ്ങള്
അഫ്കോഴ്സ് അവർ രണ്ടുപേരുടെയും കൂടെ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പം അതെ, ലക്കാണ്. അപ്പം അതിൽ ചെയ്യാൻ പറ്റിയ അത്രയും കംഫർട്ടുമാണ് നമുക്ക് ചെയ്യാന്ന് പറയുമ്പം രണ്ടുപേരും അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ വിമല രാമൻ ആൻറ്റി ഉണ്ടായിരുന്നു, എല്ലാവരും ഇന്നസെന്റ് അങ്കിള് എല്ലാവരും വേറെ ലെവൽ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ അവരുടെ എല്ലാവരെയും ഒരു എന്താ പറയുക അത്രയും കുഞ്ഞും കൂടെ ആയിരുന്നുകൊണ്ട് 6th പഠിക്കുമ്പോഴാണ് ഒപ്പം ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൊഞ്ചിച്ച് കൊണ്ട് നടന്നൊരു ടൈം. അതെ, അതിന്റെ എല്ലാ അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പം ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതിന്റെ കന്നഡ വേർഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിലപ്പോ എങ്ങനെ കന്നഡ പഠിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെങ്ങനെ? കന്നഡ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം അവിടുത്തെ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ അങ്കിളിന്റെ കൂടിയാണ് കന്നഡ ചെയ്തത്. അപ്പോൾ ചെയ്തപ്പം അങ്കിളുമായിട്ട് അവിടെ ചെന്ന് ഫസ്റ്റ് ദിവസം എനിക്കറിയത്തില്ല എന്ത് പറയണം. അപ്പം എൻ്റെ അടുത്ത് വാട്ട്സ് നെയിം പേരൊക്കെ ചോദിച്ചു, പേരൊക്കെ പറഞ്ഞു, ഹൗ ആർ യു, ഫൈൻ, അതും പറഞ്ഞു. അതൊക്കെ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് പ്രശ്നം. എന്ത് ചെയ്യും നമ്മൾ കന്നഡയിൽ ഡയലോഗ് പറയണല്ലോ, ഡയലോഗ് പറയണം. പിന്നെ എങ്ങനെ ഇച്ചിരി വെള്ളം കുടിക്കാൻ വന്ന ഇവിടുത്തെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാർക്കൊക്കെ അവർക്ക് ഇംഗ്ലീഷും നമ്മൾ പറഞ്ഞാൽ അതിലെങ്ങനെയും പിടിച്ചിക്കാന്ന് വിചാരിക്കാം, അതും മനസ്സിലാവത്തില്ല. ഓൺലി കന്നഡ, തമിഴില്ല. തമിഴില്ല, ഇംഗ്ലീഷ് ഇല്ല, മലയാളം തീരെയില്ല, കന്നഡ, ഓൺലി കന്നഡ. കോസ്റ്റ്യൂമിലെ ആൾക്കാർ, പ്രൊഡക്ഷൻ, ആർട്ട്, നമ്മുടെ ലൈറ്റിംഗ് യൂണിറ്റിലെ ആൾക്കാർ, ഇവർക്കൊക്കെ കന്നഡ ഓൺലി, കന്നഡ മാത്രമേ അറിയത്തുള്ളൂ. എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. പിന്നെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അവിടെ അങ്കിൾക്ക് ഏകദേശം മനസ്സിലായി ഞാൻ പെട്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ അങ്കിള് പിന്നെ തന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ സകലരുമായിട്ടും കൂട്ടായി അവരെല്ലാം മലയാളം പഠിച്ചു. ഇല്ല, ഞാൻ അവിടെ പോയി അങ്കിളുടെ വൈഫ്, അങ്കിളുടെ മക്കള് എല്ലാവരും ഭയങ്കര കൂട്ടായി. അവിടെ കുറെ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ അവരൊക്കെ നോക്കലും അവിടെ ചെന്ന പിന്നെ തിരക്കരുത്. ബാംഗ്ലൂർ പോകുമ്പോൾ എപ്പോഴും ആദ്യം പറയുന്നത് അങ്കിളുടെ വീട്ടിൽ പോവാം എന്ന് പറയാം. എൻ്റെ അങ്കിളുടെ വീട്ടിൽ പോകും. അപ്പം നമുക്ക് അത്ര അറിയത്തില്ല അങ്കിളിന്റെ വാല്യൂ, നമുക്ക് ഇവിടുന്ന് അത്ര അറിയാത്തതുകൊണ്ട് അച്ഛൻ പറയും, നീ എന്താ പറഞ്ഞേ ബാംഗ്ലൂർ പോയി അങ്കിളുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. എന്നുവെച്ചാൽ അങ്കിളും പറയും വാ അവൾ ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയും കൂട്ടിക്കൊണ്ട് വാ. എന്താ എനിക്ക് അവിടെ ആൻറ്റി അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അപ്പം ഞാൻ പറയും എനിക്ക് ആൻറ്റിയുടെ ബിരിയാണി കഴിക്കണം, ഞാൻ വരുന്നതിന് മുന്നേ വിളിച്ചത് ബിരിയാണി ഉണ്ടാക്കി വെക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. ഉണ്ടാക്കി തരും. പിന്നെ ഞാൻ പോരുന്നേക്ക് മുന്നേ ഇത് അങ്കിൾ അവിടുന്ന് വാങ്ങിച്ചു തന്ന വാച്ചാണ്. അപ്പോൾ അങ്കിൾ വാങ്ങിച്ചു തന്നാണ്. അങ്കിൾ എനിക്ക് കുറേ ബാഗ്, വാച്ച്, ഡ്രസ്സ് അങ്ങനെ എപ്പോഴും ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ കൂടെ സിനിമ കാണാൻ അങ്കിളിന് തിയേറ്ററോ എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇവിടെ കുറേ മോൾസ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെ കൊണ്ടുപോയി എന്നെ സിനിമ കാണിക്കാൻ അത്രയും കംഫർട്ടായിട്ട് നിന്നു. അവിടെയും പൊളിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഡയലോഗ് എനിക്ക് പറഞ്ഞു തരുമ്പോൾ അതേപോലെ പറയാമല്ലോ നമുക്ക്, അങ്ങനെ പറയും. അല്ലാണ്ട് അർത്ഥം അറിഞ്ഞ് അങ്ങനെ പഠിക്കേണ്ടി ഒന്നും വന്നില്ല. ഓർക്കുന്നുണ്ട്, കന്നഡയിലെ ഡയലോഗ് പറയാൻ പോവാണ്. ರಾಮಪ್ಪ ನಾ ಒಂದ್ ವಿಷಯ ಹೇಳ. ರಾಮಪ್ಪ ನಾ ಒಂದ್ ವಿಷಯ ಹೇಳ. ಈಗ ನಿಂಗೆ ಹೇಳ್ದಂಗ ನಾವು ಯಾರನ್ನ ನಮ್ಮೋರು ಅನ್ಕೊಂಡೀವೋ ಅವ್ರ ಜೊತೆ ಬದುಕಿದ್ರೆ ನಮ್ಮ ಲೈಫ್ ಸಂತೋಷವಾಗಿ ಸುಂದರವಾಗಿರುತ್ತೆ. ಆದ್ರೆ ನೀ ಆಗ್ಲೇ ನಮಗೆ ಯಾರೋರು ಇಲ್ಲ ಅಂತ ಹೇಳ್ದೆ ಆಗ್ಲೇ ನಾನು ನಿನ್ ಸಂದಲ್ವಾ. இந்த ராமப்பாக்கு இந்த நந்தினி இந்த ராமப்பா സ്വന്ത. ഇത് ഒപ്പത്തിലെ ഡയലോഗാണ്. ഒപ്പത്തിലെ ലാസ്റ്റ് പോർഷൻ രാമച്ച പറഞ്ഞു വിടുവാണോ എന്നെ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ലാസ്റ്റത്തെ. അപ്പൊ ആ ഡയലോഗിന്റെ കന്നഡ എവിടെ ചെന്നാലും ഈ ഡയലോഗ് പറയാലോ. കന്നഡ ഇത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അടിപൊളി.